ഹലോ എവരി വൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യു ജി സി നെറ്റ് മാനേജ്മെൻറ്റ് ആസ്പിറൻസിന് വളരെ റെലവൻ്റ് ആയിട്ടുള്ള രണ്ട് ബേസിക് തിയറീസ് ആണ്. ഒന്ന് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ, രണ്ട് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ. ഈ രണ്ട് തിയറികൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്, എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡറും ട്രാൻസാക്ഷണൽ ലീഡറും ഡിഫറൻ്റ് ആവുന്നത്, ഈ ആസ്പെക്ട്സിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വിൽ സ്റ്റാർട്ട് വിത്ത് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്. എന്താണ് ട്രാൻസാക്ഷണൽ ലീഡർ? അതായത് ഒരു ലീഡർ എംപ്ലോയീസിനെ കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് റിവാർഡുകൾ കൊടുക്കുക, പണിഷ്മെൻറ്റ്സ് കൊടുക്കുക, അങ്ങനെ എംപ്ലോയീസിനെ കൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ, ട്രാൻസാക്ഷൻസ് നേടിയെടുക്കുകയാണെങ്കിൽ അത്തരം ലീഡേഴ്സിനെ നമുക്ക് ട്രാൻസാക്ഷണൽ ലീഡർ എന്ന് പറയാം. സിമ്പിൾ സെൻസിൽ ഇത്ര മാത്രമാണ് ട്രാൻസാക്ഷണൽ ലീഡർ. ലെറ്റ്സ് സീ. ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് ഫോക്കസ് ഓൺ exchanges that occur between leader or their followers. So leader and follower ഇവർ തമ്മിലുള്ള ആ എക്സ്ചേഞ്ചുകൾ, എങ്ങനെയാണ് ഒരു കാര്യം ലീഡർ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നത്, അതിനുവേണ്ടി ലീഡർ എന്താണ് സബോർഡിനേറ്റ്സിന് കൊടുക്കുന്നത്, ആ ഒരു എക്സ്ചേഞ്ചുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ തിയറി നമ്മളോട് പറയുന്നത്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ സിസ്റ്റം ഓഫ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ്സ് ടു അച്ചീവ് കംപ്ലൈൻസ് ഫ്രം ടീം മെമ്പേഴ്സ്. സോ ബേസിക്കലി ഇവിടെ എന്തൊക്കെ സംഭവിക്കാം? ഒന്ന്, റിവാർഡ് കൊടുക്കാം. സോ അറ്റൈൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിവാർഡ് ഓഫർ ചെയ്യുന്നു. അവർ റൈറ്റ് ടൈമിൽ പറഞ്ഞിരിക്കുന്ന ജോബ് ചെയ്തു തീർക്കുകയാണെങ്കിൽ ദേ വിൽ ഗെറ്റ് സംതിങ്. അതേസമയം ചെയ്യുന്നില്ലെങ്കിൽ ദേ വിൽ ഗെറ്റ് എ പണിഷ്മെൻറ്റ്. സോ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പ്യുവർലി ബേസ്ഡ് ഓൺ റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ്സ് ആണ്. അവർ ആ ജോബ് കൃത്യസമയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ വിൽ ഗെറ്റ് റിവാർഡ്, അവർ ചെയ്യുന്നില്ലെങ്കിൽ ദേ വിൽ ബി പീനലൈസ്ഡ്. അങ്ങനെയുള്ള ഒരു ഭയത്തിലായിരിക്കും കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത്. ആ ഒരു എൻവയോൺമെൻറ്റിനെയാണ്, ഓർ ദേ നീഡ് സംതിങ്, ആ റിവാർഡ് വേണം, റിവാർഡിൻ്റെ അട്രാക്റ്റീവ്നെസ് കണ്ടിട്ടായിരിക്കും. ആ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറയും. സോ ഫീച്ചേഴ്സിലൂടെ നമുക്ക് പോകാം. എന്താണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, ഒന്ന്, ദെയർ ഇസ് എ ക്ലിയർ സ്ട്രക്ചർ, എസ്റ്റാബ്ലിഷസ് ക്ലിയർ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. ഓരോ എംപ്ലോയീസിൽ നിന്നും ലീഡർ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ് അവരുടെ എക്സ്പെക്റ്റേഷൻ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക്, ഇന്ന ടാസ്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ത് റിവാർഡ് നിങ്ങൾക്ക് കിട്ടും, എന്തായിരിക്കും അൾട്ടിമേറ്റ് ഔട്ട്കം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ടാവും. അതാണ് ആദ്യം പറയുന്നത്, ഒരു ക്ലിയർ സ്ട്രക്ചർ ഇസ് ദെയർ, എസ്റ്റാബ്ലിഷസ് ക്ലിയർ റോൾ, ഓരോ എംപ്ലോയീസിൻ്റെയും റോൾ എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ആൻഡ് വാട്ട് ദി ലീഡർ എക്സ്പെക്ട്സ് ഫ്രം ദം, അവരിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ എന്താണ്, ഇത് ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. രണ്ടാമതായിട്ട് റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ്. സോ ദിസ് ഈസ് ദി ബേസിക് തിങ്. ഇവിടെയാണ് റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്, എക്സ്ചേഞ്ചസ് ഹാപ്പൻ ചെയ്യുന്നത്. മോട്ടിവേഷൻ ഈസ് പ്രൈമർലി ത്രൂ എക്സ്ട്രിൻസിക് റിവാർഡ്സ് ലൈക്ക് ബോണസ്, പ്രൈസ്, ഓർ പണിഷ്മെൻറ്റ്സ് ലൈക്ക് റിപ്രൈവ്മെൻറ്റ് ഓർ ഡിമോഷൻ. ഒന്നെങ്കിൽ ഇത് റിവാർഡ് ഓഫർ ചെയ്തുകൊണ്ടാകാം, അങ്ങനെ കിട്ടുന്ന പോസിറ്റീവ് സ്റ്റൈലിലുള്ള മോട്ടിവേഷൻ ആകാം, അല്ലെങ്കിൽ നെഗറ്റീവ് മോട്ടിവേഷൻ ആകാം, ലൈക്ക് പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ ഡിമോഷൻസ് ഹാപ്പൻ ചെയ്യപ്പെടും, അവരെ ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കപ്പെടും. അങ്ങനെയുള്ള ഭയങ്ങൾ കൊണ്ടായിരിക്കാം അവരെ മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ മോട്ടിവേഷൻ ജനറേറ്റ് ചെയ്യുന്നത് എയ്തർ ബൈ പോസിറ്റീവ് ആസ്പെക്ട്സ് ഓർ നെഗറ്റീവ് ആസ്പെക്ട്സ് ആകാം. ഓക്കെ, സോ പോസിറ്റീവ് മോട്ടിവേഷനും അതേപോലെ തന്നെ നെഗറ്റീവ് മോട്ടിവേഷനും ഉണ്ട്. ദെൻ ഷോർട്ട് ടൈം ഫോക്കസ് ആണ്. സോ എയിം ഫോർ ഇമ്മീഡിയറ്റ് റിസൾട്ട്സ് ആൻഡ് എഫിഷ്യൻസി റാദർ ദാൻ ലോങ് ടൈം ഡെവലപ്മെൻറ്റ്. ഇവിടെ എംപ്ലോയീസിൻ്റെ ഓവറോൾ, ഇപ്പോൾ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിനെ പറ്റി പറയുമ്പോൾ നമ്മളവിടെ എംപ്ലോയീസിൻ്റെ ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ് ഇൻഷുർ ചെയ്യുന്നത്. എംപ്ലോയീസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യും എന്നുള്ളൊരു ഐഡിയ ആണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിൽ വരുന്നത്. എന്നാൽ ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പിൽ അവരെ എംപ്ലോയീസിനെ കൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. സോ ഇതൊരു ഷോർട്ട് ടൈം എയിം മാത്രമാണ്, ലോങ് ടൈം പെർസ്പെക്റ്റീവ് അതിനില്ല. ഷോർട്ട് ടൈം നേച്ചറിൽ റിസൾട്ട്സ് നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദെൻ മാനേജ്മെന്റ് ബൈ എക്സംഷൻ. ലീഡേഴ്സ് ഇന്റർവീൻ ഓൺലി വെൻ സ്റ്റാൻഡേർഡ്സ് ആർ നോട്ട് മെറ്റ് ഓർ പ്രോബ്ലം അറൈസ്. ഒരു ഇഷ്യൂ വരുന്ന ടൈമിൽ മാത്രമായിരിക്കും ലീഡർ ഇന്റർവീൻ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പുതിയൊരു പ്രോബ്ലം വരുന്നു, ഈ സാഹചര്യങ്ങളിൽ ലീഡർ ഇന്റർവീൻ ചെയ്യും. അതർവൈസ് കംപ്ലീറ്റ് വർക്കും സബോർഡിനേറ്റ്സ് കണ്ടിന്യൂ ചെയ്തുകൊള്ളുക എന്നൊരു അപ്രോച്ച് ആയിരിക്കും ലീഡർ ഫോളോ ചെയ്യുന്നത്. സോ ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ട്രാൻസാക്ഷണൽ ലീഡർ. നോക്കുക, ഒരു ക്ലിയർ ടാസ്ക് സ്ട്രക്ചർ അവിടെ ഉണ്ടായിരിക്കും, അതേപോലെ റിവാർഡ് ആൻഡ് പണിഷ്മെൻ്റ് ആണ് ബേസിക്, അതോടൊപ്പം തന്നെ ഷോർട്ട് ടൈം ഫോക്കസിലുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ദെൻ മാനേജ്മെൻറ്റ് എക്സംഷൻ ലീഡർ യൂസ് ചെയ്യും. നൗ ഓർക്കുക, യു ജി സി നെറ്റ് എക്സാമിനേഷൻ മൂന്ന് മാസം കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യണം. ഇനി നമ്മുടെ മുമ്പിൽ 90 days മാത്രമാണുള്ളത്. സോ മാനേജ്മെൻറ്റ് ആസ്പിരൻസിനെ സംബന്ധിച്ച് ഇത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്.
ഈ 90 ഡേയ്സ് കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലൂടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ 90 ഡേയ്സ് ക്രാഷ് കോഴ്സ് ഇപ്പോൾ റണ്ണിങ് ആണ്. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ കംപ്ലീറ്റ് UGC NET പേപ്പർ 2 മാനേജ്മെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ ജനറൽ പേപ്പറിൻ്റെയും കംപ്ലീറ്റ് സിലബസ് കവറേജ്, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സിലബസ് കവറേജ് നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. ദെൻ കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനോടുകൂടി ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഈ 90 ഡേയ്സ് ക്രാഷ് ബാച്ച്. സോ കൂടുതൽ ആലോചിക്കാതെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ലെറ്റ്സ് കണ്ടിന്യൂ. പ്രോസ്, നമ്മൾ പറഞ്ഞത് ട്രാൻസാക്ഷൻ ലീഡർഷിപ്പിനെ പറ്റിയാണ്. ഇതിൻ്റെ പ്രോസ് പറയുകയാണെങ്കിൽ ഇഫക്റ്റീവ് ഇൻ സ്ട്രെച്ചേഡ് എൻവയോൺമെൻറ്റ്സ് വിത്ത് ക്ലിയർ ഗോൾസ്. കൃത്യമായിട്ട് നിർവചിച്ചിരിക്കുന്ന ഗോൾസ് ഉള്ള പ്രോപ്പർലി സ്ട്രെച്ചേഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലാണെങ്കിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ പ്രൊമോട്ട്സ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. എംപ്ലോയീസിനെ കൊണ്ട് റിസൾട്ട് കൊടുക്കുകയാണ്. അവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇതാണ്, യു വിൽ ഗെറ്റ് ദിസ് റിവാർഡ്, ഇത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഇതിൻ്റെ പണിഷ്മെൻറ്റ് വരും എന്ന് കേൾക്കുമ്പോൾ എംപ്ലോയീസ് മാക്സിമം എഫേർട്ട് ഇടും. അതുവഴി നമ്മൾ വിചാരിക്കുന്ന ഗോൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ പ്രൊവൈഡ് ക്ലിയർ ഗൈഡൻസ് ഫോർ ടീം മെമ്പേഴ്സ്. ടീം മെമ്പേഴ്സിന് കൃത്യമായിട്ട് എന്താണ് അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നും എന്ത് റിസൾട്ടായിരിക്കും അവർക്ക് കിട്ടുന്നതെന്നും കൃത്യമായ ധാരണ ഉണ്ടായിരിക്കും. സോ കൃത്യമായൊരു ഗൈഡൻസ് എംപ്ലോയീസിന് കിട്ടും. സോ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് വെൻ ഇറ്റ് കംസ് ടു ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ്. ഇനി ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഷഫിൾ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഇവിടെ ക്രിയേറ്റിവിറ്റിക്കും ഇന്നോവേഷനും യാതൊരു സ്കോപ്പുമില്ല. ബിക്കോസ് എന്താണോ പറഞ്ഞിരിക്കുന്നത്, എന്താണോ സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എംപ്ലോയീസിൻ്റെ ഉത്തരവാദിത്വം. അതിന് മുകളിലേക്ക് അവരിൽ നിന്നും ഒന്നും തന്നെ മാനേജ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ദെൻ ഇറ്റ് മേ ലീഡ് ടു ലോ മൊറൈൽ ഇഫ് റിവാർഡ്സ് ആർ നോട്ട് പെർസീവ്ഡ് ആസ് ഫെയർ. എംപ്ലോയീസിനെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന റിവാർഡ് അല്ല കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ഫെയർ റിവാർഡ് കിട്ടുന്നില്ലെങ്കിൽ മൊറൈൽ കുറയ്ക്കാൻ അത് കാരണമാകും. ആൻഡ് ഫൈനലി ഓവർ റിലയൻസ് ഓൺ റിവാർഡ്സ് ക്യാൻ ഡിമിനിഷ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ജോബിനോടുള്ള ഒരു താല്പര്യം, ആ ഒരു സെൽഫ് മോട്ടിവേഷൻ കുറയ്ക്കാൻ വേണ്ടി റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഈ സിസ്റ്റം കാരണമാകും. സോ ദീസ് ആർ ദി ലിമിറ്റേഷൻസ്. അത് നമ്മൾ പറഞ്ഞു, ഇന്നോവേഷനുള്ള സ്കോപ്പില്ലെന്ന് പറഞ്ഞു, മൊറൈൽ കുറയാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ് മെത്തേഡ്. ഇതൊക്കെയാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പിൻ്റെ ലിമിറ്റേഷൻസ്. നൗ ട്രാൻസാക്ഷൻ ലീഡർഷിപ്പിനെ പറ്റി പറഞ്ഞു. ഇതിൻ്റെ അതർ സൈഡായിട്ട് തന്നെ നമുക്ക് പറയാം, അതാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. ഇവിടെ നമ്മൾ കൂടുതൽ റിസ്ക് ആൻഡ് റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് മാറി എംപ്ലോയീസിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിലാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർ ഫോക്കസ് ചെയ്യുന്നത്. സോ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് ഇൻസ്പയർസ് ആൻഡ് മോട്ടിവേറ്റ് ഫോളോവേഴ്സ് ടു അച്ചീവ് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ ആൻഡ് ഫോസ്റ്റർ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് വിത്തിൻ ദി ഓർഗനൈസേഷൻ. സോ ഇവിടെ ലീഡർ എന്ന് പറയുന്ന ഒരു ഇൻസ്പിറേഷനാണ്, ഒരു കരിസ്മ ഉള്ള വ്യക്തിയായിരിക്കും. അദ്ദേഹം എംപ്ലോയീസിനെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യും. അവരുടെ ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ലീഡർ മാക്സിമം എഫേർട്ട് ചെയ്യും. അതുവഴി അവരുടെ എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓർഗനൈസേഷനും ഡെവലപ്പ് ചെയ്യും. ഈ കൺസെപ്റ്റാണ് ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പിൽ വരുന്നത്. സോ ലീഡർ he inspires and motivates followers to achieve their full potential and foster significant change within the organization. ഓർഗനൈസേഷനകത്ത് തന്നെ മാറ്റങ്ങൾ അവരാൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. ഇന്നോവേഷനും അതേപോലെ ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യും. ദെൻ ഇറ്റ് ഫോക്കസ് ഓൺ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ടീം മെമ്പേഴ്സ് ആൻഡ് ദി ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. ആസ് ഐ സെഡ് ഓൾറെഡി, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എംപ്ലോയീസ് ഡെവലപ്പ് ചെയ്യണം. എംപ്ലോയീസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസേഷൻ ഓവറോൾ ഡെവലപ്പ് ചെയ്യും. ഈ കൺസെപ്റ്റാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒന്ന്, ഇൻസ്പിറേഷൻ ആൻഡ് മോട്ടിവേഷൻ. സോ ലീഡേഴ്സ് ക്രിയേറ്റ് എ വിഷൻ ആൻഡ് ഇൻസ്പയർ ഫോളോവേഴ്സ് ടു പെർസ്യൂ ഇറ്റ്. ഓരോ സബോർഡിനേറ്റും അവർക്ക് അറ്റൈൻ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ലീഡറായിട്ട് അവരിലേക്ക് എത്തിക്കും. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, നിങ്ങളത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കണം. അത്തരത്തിലൊരു മോട്ടിവേഷനാണ് ലീഡർ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ. ലീഡറെ സംബന്ധിച്ച് ഓരോരുത്തരെയും അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്യും. ഓരോരുത്തരുടെ പ്രശ്നങ്ങളും ഓരോരുത്തരുടെ ഇമ്പ്രൂവ്മെൻറ്റും അദ്ദേഹം സജഷൻസ് പ്രൊവൈഡ് ചെയ്യും. സോ റെക്കഗ്നൈസസ് ആൻഡ് അഡ്രസ്സസ് ദി ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് ഗ്രോത്ത് ഓഫ് ടീം മെമ്പേഴ്സ്. എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയാം. ദെൻ ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ. ഹി എൻകറേജസ് ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ് ബൈ ചാലഞ്ചിങ് അസംഷൻസ്. ട്രാൻസാക്ഷൻ ലീഡർഷിപ്പിൽ നമ്മൾ കണ്ട ഒരു ഫോൾട്ടാണ്, ഒരു നെഗറ്റീവായിരുന്നു, ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിക്കും റോളിലാണ്. എന്നാൽ ഇവിടെ വരുമ്പോൾ ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും അദ്ദേഹം പ്രൊമോട്ട് ചെയ്യും. ബിക്കോസ് ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. എംപ്ലോയീസ് ഡെവലപ്പ് ചെയ്യണം, പുതിയ മെത്തേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം, ചാലഞ്ചിങ് അസംഷൻസിനെ ചാലഞ്ച് ചെയ്യണം. അതിനുവേണ്ടി എല്ലാ രീതിയിലും ഒരു ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടി ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ പ്രൊമോട്ട് ചെയ്യപ്പെടും. ആൻഡ് ഫൈനലി കാരിസ്മ.
ലീഡേഴ്സ് ആർ ഓഫൺ പോസസസ് വിത്ത് സ്ട്രോങ് പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഇൻസ്പയർ ട്രസ്റ്റ് ആൻഡ് അഡ്മിറേഷൻ. സോ ലീഡർ എന്ന് പറയുന്ന ഒരു കാരിസ്മാറ്റിക് പേഴ്സൺ ആണ്. അദ്ദേഹത്തെ ഫോളോ ചെയ്യും. അത്രയ്ക്ക് നല്ല ക്വാളിറ്റീസും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയും ഉള്ള വ്യക്തിയായിരിക്കും ലീഡർ. സോ അവരെ സംബന്ധിച്ച് ആ ഇൻഡിവിജ്വലിനെ കാണുമ്പോൾ അതേപോലെ ആകാൻ വേണ്ടി ഓരോ ഫോളോവേഴ്സും ആഗ്രഹിക്കും. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ആയിട്ട് പറയാവുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. ഇൻസ്പിറേഷണൽ മോട്ടിവേഷൻ, ഇൻഡിവിജ്വലൈസ്ഡ് കൺസിഡറേഷൻ, ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ, കാരിസ്മ. ഓൾ ദീസ് ആർ ദി ഫീച്ചേഴ്സ്. നൗ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഈ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് ഒന്ന്, ഇന്നൊവേഷനും ക്രിയേറ്റിവിറ്റിയും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. അൺലൈക്ക് ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ്, അവിടെ ഇന്നൊവേഷനും ലീഡർഷിപ്പും ക്രിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇന്നൊവേഷനും ക്രിയേറ്റിവിറ്റിയും ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഇന്നൊവേഷനും ക്രിയേറ്റിവിറ്റിയും പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഫോസ്റ്റേഴ്സ് എ സ്ട്രോങ് ടീം ഡൈനാമിക്സ് ആൻഡ് ഹൈ മൊറൈൽ. എംപ്ലോയീസിന് ടീം എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് സിഗ്നിഫിക്കൻസ് അവർ കൊടുക്കും. ബിക്കോസ് ഒരു ടീം സ്പിരിറ്റ് അവിടെ ബിൽഡ് ചെയ്യാനും ഇൻഡിവിജ്വൽ മൊറൈൽ കൂട്ടാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇറ്റ് എൻകറേജസ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ടീം മെമ്പേഴ്സ്. ടീം മെമ്പേഴ്സിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ്, അത് പേഴ്സണലായാലും പ്രൊഫഷണലായാലും അത് എൻഷുർ ചെയ്യാൻ വേണ്ടി ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിലോ, നെഗറ്റീവ്സ്. സോ മേ ലീഡ് ടു ആംബിഗ്വിറ്റി ആൻഡ് അൺസർട്ടനിറ്റി ഓഫ് ദി വിഷൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റഡ്. ഇവിടെ ഓർഗനൈസേഷൻ്റെ വിഷനിലും ഓർഗനൈസേഷൻ്റെ മിഷനിൽ നിന്ന് പുറത്തു പോകാൻ ചാൻസസ് ഉണ്ട്. കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. സോ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാം. ബിക്കോസ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ്റെ പ്രിസൈസ്നെസ് ഓർ സ്റ്റാൻഡേർഡ്സ് ഇന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, റോൾ ഇന്നതാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അതേ രീതിയിൽ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് വരില്ല. അതാണ് ഒരു ലിമിറ്റേഷൻ. രണ്ടാമതായിട്ട് റിക്വയർസ് എ ഹൈ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് ഫ്രം ലീഡർ. ലീഡർ 100% കൊടുക്കണം. എന്നാൽ മാത്രമേ ഓരോ ഇൻഡിവിജ്വലിനെയും അദ്ദേഹത്തിന് കൺസിഡർ ചെയ്യാൻ സാധിക്കൂ. അതൊരു ലിമിറ്റേഷനാണ്. ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെൻറ്റ് ഇൻ എ ഹൈലി സ്ട്രെച്ചേഡ് ഓർ ബ്യൂറോക്രാറ്റിക് എൻവയോൺമെൻറ്റ്. ഒരു സ്ട്രെച്ചേഡ് ഓർഗനൈസേഷനിൽ ഇത്രയും ഫ്രീഡം കൊടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇത്രയും ക്രിയേറ്റിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, സോ ദീസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. നമുക്കൊന്ന് കമ്പയർ ചെയ്യാം ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. ഫോക്കസ് ചെയ്യുന്നത് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പിൽ ടാസ്ക് പെർഫോമൻസ് ആണ്, കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, കാര്യങ്ങൾ നേടിയെടുക്കുക. അതേസമയം ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് ആണെങ്കിൽ വിഷനിലും ചേഞ്ചുമാണ്. അതായത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുക, ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതിലൊക്കെയാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മോട്ടിവേഷൻ, വെൻ ഇറ്റ് കംസ് ടു ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എക്സ്ട്രെൻസിക് മോട്ടിവേഷനും എക്സ്ട്രെൻസിക് റിവാർഡ്സ് കാണിച്ചു കൊടുത്തുകൊണ്ടും പണിഷ്മെൻറ്റ് ോടുള്ള ഭയം കാരണവുമാണ് മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് അകത്ത് നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നുന്നതാണ്, ഇൻട്രൻസിക് ആണ്. ഇൻട്രൻസിക് മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ. ലീഡർ എന്ന് പറയുന്ന വ്യക്തി നമുക്കൊരു റോൾ മോഡലായിട്ട് മാറുന്നു. അദ്ദേഹം തരുന്ന ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. സോ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. ലീഡറുടെ റോൾ മാനേജർ ഓർ ഓവർസിയർ എന്നുള്ള റോളാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പിൽ വരിക. വേറാസ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിൽ ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു മെൻറ്റർ എന്നുള്ള റോളാണ് ലീഡർക്ക് വരുന്നത്. ദെൻ ഔട്ട്കം, ഷോർട്ട് ടൈം കംപ്ലയൻസസ്. ഷോർട്ട് ടൈം നേച്ചറിൽ കാര്യങ്ങൾ നടപ്പിലാക്കി എടുക്കാൻ വേണ്ടി ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് വഴി നമുക്ക് സാധിക്കും. പക്ഷേ ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ ഓർഗനൈസേഷൻ ഗ്രോ ചെയ്യണമെങ്കിലും എംപ്ലോയി ട്രാൻസ്ഫോം ചെയ്യണമെങ്കിലും അവിടെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ അപ്രോച്ച്, ഡയറക്റ്റീവ് അപ്രോച്ചാണ് ട്രാൻസാക്ഷൻ ലീഡർഷിപ്പിൽ ഫോളോ ചെയ്യുന്നത്. കൊളാബറേറ്റീവ് ഓർ ടീം ബേസ്ഡ് അപ്രോച്ചാണ് ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഫോളോ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസാക്ഷൻ ലീഡർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ലീഡർ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് പറഞ്ഞു. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. നമ്മളുടെ ക്രാഷ് ബാച്ച് 90 days ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. ബിക്കോസ് ഡിസംബർ എക്സാമിനേഷനിൽ നെറ്റ് നേടിയെടുക്കുക അല്ലെങ്കിൽ JRF നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ മനസ്സിലുള്ള പ്ലാനെങ്കിൽ ഈ ക്രാഷ് ബാച്ച് അതിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. 90 daysനിടയിൽ കൃത്യമായിട്ടുള്ള ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ലെക്ചേഴ്സും അതുകൂടാതെ പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഒക്കെ വഴി ഓൺലൈൻ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, PDF നോട്ട്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ വഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനും സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്യാനും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്രാഷ് ബാച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. So that's it. Thank you everyone. Bye.